മിയ ഒരു കത്തിയെടുത്ത് ഒരു തവളയെ വെട്ടിമുറിച്ചു. ഇത് കണ്ടപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് കത്തി പിടിച്ചെടുത്തു. അതേ കത്തി ഉപയോഗിച്ച് മിയയുടെ കയ്യിൽ വരച്ചു. എന്നാൽ അവൾക്ക് വേദന അനുഭവിക്കുന്നത് തടയാൻ അവൾ ഇത് ചെയ്തു. അതവളെ കൊല്ലുന്നത് നിർത്തുമെന്ന് പ്രതീക്ഷിച്ചു. എന്നിരുന്നാലും അപ്രതീക്ഷിതമായി നിയന്ത്രിക്കാനാവാത്ത മിയ മുത്തശ്ശിയുടെ തൊണ്ടയിൽ പിടിച്ചു. മുത്തശ്ശി ഉടൻ തന്നെ തിരിച്ചടിച്ചു അവളുടെ തൊണ്ടയിൽ പിടിച്ചു. ശ്വസിക്കാൻ കഴിയാതെ മിയയുടെ മുഖം ചുവന്നു. ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അവൾ ഒടുവിൽ വിട്ടയച്ചത്. എന്നാൽ അവളെ വിട്ടയച്ചതിനു ശേഷവും അവൾ മുത്തശ്ശിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ നിമിഷം മുത്തശ്ശി സംസാരിച്ചു. അവൾക്ക് സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുണ്ടായിരുന്നു. വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയാത്തതിനാൽ ജനിച്ചെങ്കിലും അത്യധികം അക്രമാസക്തമായിരുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ അവളുടെ മുത്തശ്ശിക്ക് അവളെ ഈ രീതിയിൽ ശിക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴെല്ലാം അവളെ ശാന്തമാക്കാൻ സഹായിക്കുന്നതിന് മുത്തശ്ശി ഒരു ക്ലോക്കിന്റെ ടിക് ശബ്ദം കേൾക്കാൻ അവളെ പ്രേരിപ്പിക്കും. സന്തോഷവും സങ്കടവും എന്താണെന്ന് മനസ്സിലാക്കാൻ അന്നയെ പലപ്പോഴും ടെലിവിഷൻ നാടകങ്ങൾ കാണിക്കാൻ അവൾ നിർബന്ധിച്ചു. പക്ഷേ മുത്തശ്ശി എത്ര ശ്രമിച്ചാലും അന്ന വികാരരഹിതയായ ഒരു ബോട്ടിനെ പോലെ തുടർന്നു. ഒരിക്കലും മുത്തശ്ശിയുടെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവളെ നിയന്ത്രിക്കാൻ, ആരെയും ഉപദ്രവിക്കാൻ സമയമോ ഊർജമോ ലഭിക്കാതിരിക്കാൻ മുത്തശ്ശി മനഃപൂർവ്വം എല്ലാ പരീക്ഷയിലും 1ാം സ്ഥാനം നേടാൻ അവളെ ലക്ഷ്യം വെച്ചു. മുത്തശ്ശിയുടെ കർത്തനമായ മേൽനോട്ടത്തിൽ അന്ന കഠിനമായി പഠിച്ചു. ഒടുവിൽ ഒരു മികച്ച സർവകലാശാലയിൽ പ്രവേശനം നേടി. എന്നാൽ ഒരു വലിയ കമ്പനിയിൽ ചേരുന്നതിന് പകരം അവൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഒരു കാർ റിപ്പയർ ഷോപ്പ് തുടങ്ങി. ഉപരിതലത്തിൽ അവൾ ശാന്തയായി തോന്നിയെങ്കിലും അവൾ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന കൊല്ലാനുള്ള അക്രമാസക്തമായ ആഗ്രഹം ഒരിക്കലും അപ്രത്യക്ഷമായില്ല.